പ്രൈസ് ദ ഗോഡ്. ദൈവത്തിൻ്റെ സ്തോത്രം. വലിയവനായ ദൈവം സഹായിച്ചതുകൊണ്ട് മാത്രം ഇന്നത്തെ പകൽക്കാലം ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാനായി, ദൈവത്തോട് പ്രാർത്ഥിപ്പാനായി, ദൈവത്തിങ്കൽ നിന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ നേടിയെടുപ്പാനായി കടന്നു വന്നിരിക്കുന്ന എല്ലാ വിശുദ്ധന്മാർക്കും വിശുദ്ധമതികൾക്കും കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്നവനും നമ്മുടെ കർത്താവും രക്ഷിതാവും ദൈവപുത്രനുമായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. നാം കടന്നു വന്നിരിക്കുന്നതിനൊരു ഉദ്ദേശമുണ്ട്. വിശുദ്ധിയോടെ, വെടിപ്പോടെ, സമർപ്പണത്തോടെ, അതുപോലെ തന്നെ പ്രാർത്ഥനയ്ക്കുള്ള ഒരുക്കത്തോടെയാണ് നാം കടന്നു വന്നിരിക്കുന്നത്. പ്രാർത്ഥിപ്പാനായിട്ട് ആരെങ്കിലും വഴിയിൽ വെച്ച് കണ്ടാൽ ചോദിക്കാം, പ്രാർത്ഥനയ്ക്ക് പോവല്ലേ? നമ്മളോട് ചോദിക്കുന്ന ചോദ്യം അതാണ്. പട്ടത്ത സഭകളിലുള്ളവരാണെങ്കിൽ കുർബാനയ്ക്ക് പോവുകയാണോ എന്ന് ചോദിക്കും, അല്ലെങ്കിൽ അല്ലേ എന്ന് ചോദിക്കും. പക്ഷേ നമ്മോട് ചോദിക്കുന്നത് പ്രാർത്ഥനയ്ക്ക് പോകുകയാണ് അല്ലേ എന്ന് ചോദിക്കും. എന്തായി പ്രാർത്ഥന? പ്രാർത്ഥന 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 എന്ന് പറയുന്നുണ്ട്. എവിടെ തിരിഞ്ഞാലും പ്രാർത്ഥനയാണ്, എപ്പോഴും തിരിഞ്ഞാലും പ്രാർത്ഥനയാണ്. ആര് പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളതിനെക്കുറിച്ച് വചനം വളരെ കൃത്യമായി പറയുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യത്തിൽ ആരാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് എഴുതിയിരിക്കുന്നു. നമുക്കതൊന്ന് നോക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യം. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും ദൈവഭക്തനായിരുന്ന് അവന്റെ ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്നും നാം. അതെ, പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും ദൈവഭക്തനായിരുന്ന് അവൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്നും നാം അറിയുന്നു. അപ്പോൾ പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. പാപി അല്ലെങ്കിൽ തന്നെയും എങ്ങനെ ഇരിക്കണം? ദൈവഭക്തനായിരിക്കണം, അവൻ്റെ ഇഷ്ടം ചെയ്യുന്നവനായിരിക്കണം, അവനായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്, അവൻ പ്രാർത്ഥിക്കണം. നമുക്ക് വിലാപങ്ങളുടെ പുസ്തകത്തിലേക്ക് ഒന്ന് പോകാം. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 40-41 വാക്യങ്ങൾ കൂടി ഒന്ന് നോക്കണം എന്ന് എനിക്ക് ഒരു തോന്നൽ. വിലാപങ്ങൾ 3-ാം അധ്യായത്തിൻ്റെ 40-41. നാം നമ്മുടെ നടപ്പ് ആരാഞ്ഞ് ശോധന ചെയ്ത് യഹോവയുടെ അടുക്കലേക്ക് തിരിയുക. നാം കൈകളെയും ഹൃദയങ്ങളെയും സ്വർഗ്ഗസ്ഥനായ ദൈവത്തിങ്കിലേക്ക് ഉയർത്തുക. പ്രൈസ് ദി ലോർഡ്. നാം നമ്മുടെ നടപ്പ് ആരാഞ്ഞ് ശോധന ചെയ്ത് യഹോവയുടെ അടുക്കലേക്ക് തിരിയുക. പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്ന് യോഹന്നാൻ പറഞ്ഞു. ആരുടെ പ്രാർത്ഥന? പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. ഒരുക്കത്തോടെ, ഹൃദയനുറുക്കത്തോടെ, ആവശ്യബോധത്തോടെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുന്ന ദൈവമക്കൾ ഒന്ന് ചെയ്യണം, നമ്മുടെ നടപ്പിനെ നാം ഒന്ന് ശോധന ചെയ്യാൻ. അത് ആരാഞ്ഞ് ശോധന ചെയ്തിട്ട് വേണം യഹോവയുടെ അടുക്കലേക്ക് തിരിയുവാൻ. യഹോവയായ ദൈവത്തിൻ്റെ മുൻപിലേക്ക് തിരിയുമ്പോൾ ഈ പറഞ്ഞ കാര്യം നമ്മിലുണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. വളരെ കൃത്യമായി നമുക്ക് പ്രാർത്ഥനയെക്കുറിച്ച് വളരെയേറെ കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രാർത്ഥനയാണ് ചുങ്കക്കാരനും പരീശനും ചെന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥന. ചുങ്കക്കാരൻ പ്രാർത്ഥിച്ചു, അയ്യോ ദൈവമേ, ഞാനൊരു പാപിയായ മനുഷ്യനാണ്, എന്നോട് കരുണ തോന്നണമേ എന്ന് കൈകൾ വിരിച്ച് സ്വർഗത്തേക്ക് നോക്കാൻ പേടിച്ചിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു, അയ്യോ ദൈവമേ, ഞാൻ കുറ്റക്കാരനാണ്, ഞാൻ പാപിയാണ്, ഞാൻ തെറ്റുകാരനാണ്. ആ പ്രാർത്ഥന ദൈവം കേട്ടു. ചുങ്കക്കാരനാണെങ്കിലും അവനവൻ്റെ പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച്, ദൈവമേ ഞാൻ തെറ്റുകാരനാണ്, എന്നോട് ക്ഷമിക്കണമേ. പക്ഷെ പരീശൻ ചുങ്കക്കാരനെ വെറുപ്പോടെ നോക്കി.
യഹൂദ ജനതയ്ക്ക് മുഴുവനും ഈ ചുങ്കക്കാർ വെറുപ്പായിരുന്നു. കാരണം സ്വന്തം ജനത്തിൽ നിന്ന് കരം പിരിച്ചെടുത്ത് റോമൻ സാമ്രാജ്യത്തിന് കൊടുക്കുന്ന പണിയായിരുന്നു അവരുടേത്. കരം പിടിക്കുമ്പോൾ ബലപ്രയോഗം ഉണ്ടാകും, അതുപോലെ തന്നെ ഉന്തും തള്ളും വഴക്കും ഒക്കെ ഉണ്ടാകും. എന്നിട്ടിത് പിരിച്ചെടുത്ത് റോമാ ഗവൺമെൻറ്റിന് കൊടുക്കുന്ന കരം പിരിവുകാരായ ചുങ്കക്കാരോട് ഇസ്രായേൽ ജനതയ്ക്ക് മുഴുവനും വെറുപ്പായിരുന്നു. പക്ഷേ പ്രാർത്ഥനയ്ക്കായി ദൈവസന്നിധിയിലേക്ക് വന്നപ്പോൾ പരീശൻ പ്രാർത്ഥിച്ചു, എൻ്റെ കർത്താവ് ഇവനെ പോലെയല്ല ഞാൻ അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു, ഞാൻ വിശുദ്ധനാണ്. ഇതിൽ കർത്താവ് പ്രാർത്ഥന കേട്ടത് ഹൃദയ നുറുക്കത്തോടെ ദൈവസന്നിധിയിലേക്ക് വന്ന് തന്നെത്താൻ അർപ്പിച്ച് എൻ്റെ കുറ്റങ്ങളെ ക്ഷമിക്കണമേ എന്ന് ദൈവത്തോട് പറഞ്ഞ ആ മനുഷ്യൻ്റെ പ്രാർത്ഥനയാണ് ദൈവം കേട്ടത്. അവൻ്റെ ഹൃദയം നുറുങ്ങിയിരുന്നു. അവൻ ആവശ്യബോധത്തോടു കൂടിയാണ് പ്രാർത്ഥിച്ചത്. ആരെയും ഇകഴ്ത്താനോ ആരെയും പുകഴ്ത്താനോ അവൻ ശ്രമിച്ചില്ല. അവന് അറിയാം സ്വർഗത്തിലൊരു ദൈവമുണ്ട്. ആ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ആ ദൈവം പ്രാർത്ഥന കേൾക്കും. പക്ഷേ യോഹന്നാൻ പറയുന്നു, പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കില്ല. നിങ്ങൾ ആകുന്നു എങ്കിൽ പാപം ക്ഷമിച്ചു കിട്ടാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് എന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക. നാം ആരും പാപികളല്ല, തെറ്റുകുറ്റങ്ങൾ ചെയ്തവരാണ്. നമ്മുടെ പാപം ഒരിക്കലായി കഴുകിക്കളഞ്ഞു. ആ കഴുകിക്കളഞ്ഞ നമ്മൾ ഓരോരുത്തരും വിശുദ്ധന്മാരാണ്. വിശുദ്ധൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പക്ഷേ പ്രാർത്ഥനയ്ക്ക് മുൻപ് എന്നെങ്കിലും എപ്പോഴെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ നാം നമ്മുടെ കുറ്റങ്ങളെ ദൈവത്തോട് ഏറ്റുപറയാറുണ്ടോ? കർത്താവേ, ഞാൻ തെറ്റ് ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണം. അതാണ് പ്രാർത്ഥനയുടെ പ്രത്യേകത. ഹൃദയ നുറുക്കത്തോടു കൂടി വേണം. ചുമ്മാ എന്തെങ്കിലും വന്നിരുന്നു, പ്രാർത്ഥിക്കാൻ പറഞ്ഞു, പ്രാർത്ഥിച്ചു. പലപ്പോഴും പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ ഈ ഹൃദയ നുറുക്കത്തോടു കൂടി ചില കാര്യങ്ങൾ ദൈവത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉദ്ദേശിച്ച ചില കാര്യങ്ങൾ മറന്നുപോയാൽ എന്ത് ചെയ്യും? വീണ്ടും പ്രാർത്ഥിക്കും. സഭയിൽ പ്രാർത്ഥിക്കുമ്പോൾ 3 പേര് പ്രാർത്ഥിക്കും. ആദ്യം പ്രാർത്ഥിക്കുന്നയാൾ ആദ്യം പ്രാർത്ഥിക്കുന്നയാൾ എന്തു പ്രാർത്ഥിച്ചു എന്ന് രണ്ടാമത് പ്രാർത്ഥിക്കുന്നയാൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ആദ്യം പ്രാർത്ഥിക്കുന്നയാൾ ചില കാര്യങ്ങൾ വിട്ടുപോകും, അത് രണ്ടാമത്തെ ആൾ പൂരിപ്പിക്കണം. ആദ്യത്തെയും രണ്ടാമത്തെയും പേർ പ്രാർത്ഥിക്കുന്നതിലെ വരുന്ന കുറവുകൾ, ഇല്ലായ്മകൾ, എത്താത്ത കാര്യങ്ങൾ, അത് മൂന്നാമത്തെ ആൾ പ്രാർത്ഥിക്കണം. അപ്പോൾ സഭയുടെ ആവശ്യങ്ങളെല്ലാം പൂർണ്ണമായി. ഇത് ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ പുറകിൽ കിടന്നുകൊണ്ട് ഒച്ചയും ബഹളവും വർത്തമാനവും ഒക്കെ ആയാൽ ബുദ്ധിമുട്ടാകും. പ്രാർത്ഥിക്കുന്നവന് സ്വസ്ഥത കിട്ടണം, പ്രാർത്ഥിക്കുന്നവന് ഏകാഗ്രത കിട്ടണം. അത് സഭയായി തരണം. സഭയായി ഇതിന് തയ്യാറാകുന്നില്ല എങ്കിൽ നമ്മുടെ പ്രാർത്ഥന വ്യർത്ഥം. ദൈവം നമ്മുടെ പ്രാർത്ഥനയൊന്നും കേട്ടിട്ടില്ല. മഹേഷ് സഹോറിൻ്റെ അമ്മ സുഖമില്ലാത്ത ആസ്പത്രിയിലാണ്. പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു, ഞാൻ വിട്ടുപോയി. പക്ഷേ അടുത്തയാൾ പ്രാർത്ഥിച്ചോ? ഇല്ല. ഇതല്ല വേണ്ടത് പ്രാർത്ഥനയ്ക്ക് ഒരു ഏകീകൃത സ്വഭാവം വേണം. ഒരാൾ പ്രാർത്ഥിക്കുന്നതിൽ കുറവ് വന്നത് അടുത്തയാൾ നികത്തണം. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. പാപികൾ അല്ല എങ്കിൽ ആദ്യം തന്നെ യഹോവയായ ദൈവത്തിൻ്റെ മുൻപിലേക്ക് വരുമ്പോൾ നമ്മുടെ നടപ്പിനെ ക്രമീകരിച്ചിട്ട് വേണം നാം വരാൻ. ഹൃദയ നുറുക്കത്തോടുകൂടി ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഹൃദയ നുറുക്കത്തോടുകൂടി പ്രാർത്ഥിച്ച ഒരാളെ ശമൂവേലിൻ്റെ പുസ്തകത്തിൽ കാണുന്നു. ശമൂവേലിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങളിൽ ഹൃദയ നുറുക്കത്തോടുകൂടി പ്രാർത്ഥിച്ച ഒരു വ്യക്തിത്വത്തെ കാണുന്നു. തൻ്റെ ഹൃദയം ദൈവസന്നിധിയിലേക്ക് പകരുകയാണ് ചെയ്തത്. ആ വാക്യം ഒന്ന് വായിക്കാം. 1 ശമൂവേൽ 1-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങൾ. ഉടനെ ഇങ്ങനെ അവൾ യഹോവയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു ഇരിക്കുമ്പോൾ ഏലി അവളുടെ വായി സൂക്ഷിച്ചു നോക്കി. കാരണം ഹൃദയം കൊണ്ട് സംസാരിക്കുന്നതിനാൽ അവളുടെ അത്തരം അനങ്ങിയതല്ലാതെ ശബ്ദം കേൾക്കാനില്ലായിരുന്നു.
മതി. ഇങ്ങനെ അവൾ യഹോവയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏലി അവളുടെ വായ് സൂക്ഷിച്ചു നോക്കി. ഹന്ന ഹൃദയം കൊണ്ട് സംസാരിച്ചതിനാൽ അവളുടെ അധരം അനങ്ങിയതല്ലാതെ ശബ്ദം കേൾപ്പാനില്ലായിരുന്നു. 15-ാമത്തെ വാക്യത്തിൻ്റെ അവസാനത്തെ വരി നോക്കാം. അതിങ്ങനെയാണ്: യഹോവയുടെ സന്നിധിയിൽ എൻ്റെ ഹൃദയം പകരുകയത്രേ ചെയ്തത്. ഹന്ന വളരെ ഹൃദയവേദനയോട് കൂടിയിട്ടാണ് കേൾക്കുന്നത്. കാരണം അവൾക്ക് മക്കളില്ല. എന്നാൽ അവളുടെ പ്രതിയോഗിയായ അവളുടെ ഭർത്താവിൻ്റെ മറ്റൊരു ഭാര്യ മക്കളെ പ്രസവിച്ചതുകൊണ്ട് ഇവൾ വളരെയേറെ ദുഃഖത്തിലാണ്. ആ ദുഃഖം മനസ്സിൽ വെച്ചുകൊണ്ട് ഏതായാലും ശരി, ആ ദുഃഖത്തോടുകൂടി അവൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഹൃദയം ദൈവസന്നിധിയിൽ പകരുകയാണ്. അവിടെ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്: ഇങ്ങനെ അവൾ യഹോവയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഏലി അവളുടെ വായ് സൂക്ഷിച്ചു നോക്കി. ഏലി അവിടുത്തെ പുരോഹിതനാണ്. ആ സമയത്തെ പുരോഹിതൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന അവളുടെ വായിലേക്ക് നോക്കി, അവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ശബ്ദം പുറത്തു വരുന്നില്ല, ചുണ്ടനങ്ങുന്നതേ ഉള്ളൂ. അത് അയാൾ ശ്രദ്ധിച്ചിട്ട് അയാൾ വിചാരിച്ചു ഇവൾക്ക് ലഹരി പിടിച്ചിട്ടുണ്ടാവുമെന്ന്. വീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ചിട്ട് വന്ന് യഹോവയുടെ സന്നിധിയിൽ നിൽക്കുകയാണ്. പക്ഷേ ഇത് ഏലി ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, അങ്ങനെയല്ല യജമാനേ, ഞാൻ യഹോവയുടെ സന്നിധിയിൽ എൻ്റെ ഹൃദയം പകരുകയത്രേ ചെയ്തത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, യഹോവയുടെ സന്നിധിയിലേക്ക് ഹൃദയം പറഞ്ഞിട്ട് എനിക്കൊരു കുഞ്ഞിനെ വേണമെന്ന് ചോദിച്ചപ്പോൾ അതിന് ദൈവം കൊടുത്തു. തമാശയല്ലായിരുന്നു അവിടെ. കിട്ടിയാൽ കിട്ടട്ടെ എന്നുള്ള ചിന്തയിലല്ല, എൻ്റെ ദൈവത്തിന് തരാൻ കഴിയും എന്ന പൂർണ്ണ ബോധ്യവും വിശ്വാസവും ഉണ്ടായിരുന്നു. ആ വിശ്വാസത്തോടു കൂടിയുള്ള ഹൃദയം നുറുങ്ങിയ, മറ്റുള്ളവരുടെ പരിഹാസത്തിന് വിധേയയായ ഹൃദയം നുറുങ്ങിയവളുടെ പ്രാർത്ഥന ഹൃദയം ദൈവസന്നിധിയിലേക്ക് പകർന്നു. താൻ എന്താണ് ആഗ്രഹിക്കുന്നത് ആ പകർച്ച ദൈവം കേട്ടു, കണ്ടു, അറിഞ്ഞു. ഇത് അറിഞ്ഞിട്ട് ദൈവം അവളോട് കോപിക്കുകയോ അവളെ ഉപേക്ഷിച്ച് കടന്നു പോവുകയോ ചെയ്തില്ല. അവളുടെ ആഗ്രഹമെന്തോ അത് കൊടുത്തു. മറ്റൊരാളുടെ പ്രാർത്ഥനയെക്കുറിച്ച് പറയാനായിട്ടുണ്ട്. 2 രാജാക്കന്മാരുടെ പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ ഹിസ്കിയാവ് എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. ഈ രാജാവിൻ്റെ പ്രാർത്ഥന വളരെ ശ്രദ്ധേയമായി. അയാൾ രോഗം പിടിച്ച് രോഗാവസ്ഥയിൽ കട്ടിലിലാണ്. അയാളോട് ദൈവത്തിൻ്റെ പ്രവാചകൻ വന്ന് പറഞ്ഞു, നിന്നെ ബാധിച്ചിരിക്കുന്ന രോഗം നിന്നെ വിട്ടുപോകത്തില്ല, നീ നിശ്ചയമായി മരിക്കും, അതുകൊണ്ട് നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കിക്കൊള്ളുക. യെശയ്യാ പ്രവാചകൻ എന്ന് പറഞ്ഞപ്പോൾ ഹിസ്കിയാവിൻ്റെ ഹൃദയം കലങ്ങി. അയാൾ വളരെ ദുഃഖിക്കുന്നതിന് ചില കാരണങ്ങളുണ്ടായിരുന്നു. നെഗുഷ്ടാൻ എന്നൊരു പ്രതിമയെ തല്ലിത്തകർത്തവനാണ് ഹിസ്കിയാവ്. ഈ നെഗുഷ്ടാൻ മോശയുടെ കാലത്തുണ്ടാക്കിയതാണ്. മോശയുടെ കാലത്ത് നെഗുഷ്ടാൻ ഉണ്ടാക്കാൻ കാരണം, അതൊരു വിഗ്രഹമാണ് ഉണ്ടാക്കാൻ കാരണം, ഇസ്രായേൽ മക്കൾ മോശയോടും ദൈവത്തോടും കലഹിച്ചപ്പോൾ, അവർ മറുതലിച്ചപ്പോൾ അവരുടെ നടുവിലേക്ക് അഗ്നിസർപ്പങ്ങളെ ദൈവം അയച്ചു. അഗ്നിസർപ്പങ്ങൾ ഓരോരുത്തരെ കടിച്ച് ഒത്തിരി പേർ മരിച്ചു. ഈ സമയത്ത് ജനമെല്ലാം ഓടിച്ചെന്ന് മോശയോട് പരാതി പറഞ്ഞു. മോശ ദൈവത്തോട് ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞു, പിച്ചള കൊണ്ട് ഒരു അഗ്നിസർപ്പം ഉണ്ടാക്കി കൊടിമരത്തിൽ തൂക്കുക, അതിനെ നോക്കുന്നവനെല്ലാം രക്ഷപ്പെടും. അങ്ങനെ മോശ ചെയ്തു. നോക്കിയവരൊക്കെ രക്ഷപ്പെട്ടു. സർപ്പം കടിക്കുന്ന ആ ഒരു അവസ്ഥ മാറിപ്പോയി. പക്ഷേ അത് കഴിയുമ്പോൾ ഇത് വലിച്ചെറിഞ്ഞ് കളയേണ്ട ഈ സാധനം ഇസ്രായേൽ മക്കൾ അത് ചുവന്നുകൊണ്ട് നടന്നു. അതിന് ധൂപം കാട്ടാൻ തുടങ്ങി. ഈ ധൂപം കാട്ടുന്ന വിഗ്രഹത്തിന് ധൂപം കാട്ടുന്ന പണി ഹിസ്കിയാവിന് സഹിച്ചില്ല. കാരണം അവൻ യഹൂദനായ ഹിസ്കിയാവിനൊരു പ്രമാണമുണ്ട്. ആ പ്രമാണത്തിൻ്റെ ആദ്യം, ഞാൻ നിന്റെ ദൈവമാകുന്നു, യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്.
മേലെ ആകാശത്തിലോ കീഴെ ഭൂമിയിലോ ഭൂമിക്ക് കീഴെ വെള്ളത്തിലുള്ള യാതൊന്നിൻ്റെയും പ്രതിമയും അരുത്. എസ്കേൽ പ്രവചനത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു വാക്യം വളരെ ശ്രദ്ധേയമാണ്. ഹൃദയത്തിൽ വിഗ്രഹത്തെ സ്മരിക്കുന്നത് പാപമാണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ വിഗ്രഹത്തോടുള്ള ദൈവത്തിൻ്റെ കോപത്തിൻ്റെ ആ തീഷ്ണത വളരെ വലുതാണ്. അത് പാടില്ല എന്ന് ദൈവം കർശനമായി കൽപ്പിക്കുന്നു. പക്ഷെ നമ്മളതൊന്നുമില്ല, നമ്മൾക്ക് പോയ സൗകര്യം പോലെയൊക്കെ പോകും. ദൈവ മുൻപാകെ നീ കർശനമായി തീഷ്ണതയോടെ നിൽക്കുന്നുവെങ്കിൽ നിന്നെ ഉപേക്ഷിച്ച് കടന്നു പോകുന്നവനല്ല ദൈവം. നിന്റെ പ്രാർത്ഥന കേട്ട് ഉത്തരം തരുന്നവളാണ് ദൈവം. ഹിസ്കിയാവ് പ്രാർത്ഥിച്ചു. എങ്ങനെയാ പ്രാർത്ഥിച്ചത്? അയ്യോ യഹോവേ, ഞാൻ തിരുമുമ്പിൽ നടന്ന് നിനക്ക് ഇഷ്ടമായത് പ്രവർത്തിച്ചു. ബാക്കിയൊന്ന് വായിക്കാം. ഞാൻ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദകരമായത് ചെയ്തിരിക്കുന്നു. അയ്യോ യഹോവേ, ഞാൻ ഏകാഗ്ര ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ തിരുമുമ്പിൽ നടന്നു. അപ്പോൾ 4 കാര്യങ്ങളാണ് ഹിസ്കിയാവ് ദൈവത്തോട് പറയുന്നത്. അയ്യോ യഹോവേ, ഞാൻ ഏകാഗ്ര ഹൃദയത്തോടെ ദൈവം മുൻപാകെ. ആ രാജാവിൻ്റെ ഹൃദയം ഏകാഗ്രമായിരുന്നു, പൂർണ്ണ മനസ്സായിരുന്നു. ആ മനസ്സിൽ നിന്ന് ഒട്ടും മാറ്റമില്ല. നീ തിരുമുമ്പിൽ നടന്നു, നിന്റെ മുമ്പാകെയാണ് ഞാൻ നടന്നത്, നിനക്ക് പ്രസാദകരമായത് ചെയ്തു. അതിപ്പോൾ ഓർക്കണം. എപ്പോ? ദാ എൻ്റെ പിൻപിൽ മരണം മുട്ടി വിളിച്ചു നിൽക്കുന്നു, അടുത്ത് നിൽക്കുന്നു. കയറിയ കട്ടിലിൽ നിന്ന് ഇറങ്ങാതെ മരിക്കുമെന്ന് പറയുന്നു. ഞാൻ അന്ന് ആ വിഗ്രഹത്തെ തകർത്തതുകൊണ്ട്, മോശ ഉണ്ടാക്കിയ പിച്ചള സർപ്പത്തെ ഞാനത് വിഗ്രഹമായതുകൊണ്ട് തകർത്ത് കളഞ്ഞതുകൊണ്ട് ജനം എന്നെക്കുറിച്ച് പറയുന്നു, ആയുസിൻ്റെ പകുതി അങ്ങോട്ട് കടക്കാതെ ആയുസ് തീരുന്നതിന് മുൻപ് ദൈവം നിന്നെ നശിപ്പിച്ചു കളയുമെന്ന് ജനം പറയും. ഈ രാജാക്കന്മാർക്ക് ചാരന്മാരുണ്ട്. അവർ ജനത്തിൻ്റെ ഇടയിൽ കൂടെ നടന്നു കഴിഞ്ഞപ്പോൾ അവർ പിറുപിറുക്കുന്നത് ചാരന്മാർ കേട്ട് രാജാവിനെ അറിയിച്ചിരുന്നു, ദൈവത്തിൻ്റെ ദാസനായ മോശ ഉണ്ടാക്കിയ പിച്ചാ സർപ്പത്തെ തല്ലി തകർത്തതുകൊണ്ട് ഈ ഹിസ്കിയ രാജാവ് ആയുസ് മുഴുവൻ ജീവിക്കില്ല. ഇത് ഹിസ്കിയാവിൻ്റെ മനസ്സിലിരുന്നു കുത്തി. ദൈവത്തിൻ്റെ കൽപ്പനയുണ്ട്, വിഗ്രഹം ഉണ്ടാക്കരുത്. ദൈവത്തിൻ്റെ കൽപ്പനയുണ്ട്, വിഗ്രഹം വാർത്തുണ്ടാക്കി അതിനെ നമസ്കരിക്കരുത്. ദൈവത്തിൻ്റെ കൽപ്പനയുണ്ട്, നിന്റെ ഹൃദയത്തിൽ പോലും വിഗ്രഹത്തെക്കുറിച്ച് ചിന്തിക്കരുത്. ഇത് അറിയാവുന്ന രാജാവ് ഇവിടെ ഈ ഒരു കാര്യം ഓർത്തപ്പോൾ തൻ്റെ രാജ്യത്തെ ജനങ്ങൾ ഇന്ന വിധത്തിൽ പിറുപിറുക്കുന്നു എന്ന് രാജാവിൻ്റെ ചാരന്മാർ രാജാവിനെ അറിയിച്ചപ്പോൾ അവൻ്റെ ഹൃദയത്തിൽ കുത്തലുണ്ടായി. എന്നിട്ട് പറഞ്ഞു, അയ്യോ യഹോവേ, ഞാൻ പൂർണ്ണ മനസ്സോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ നിന്റെ മുമ്പാകെ നടന്ന് നിനക്ക് പ്രസാദകരമായത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ. ഇപ്പോൾ ഞാൻ മരണാസന്നനായിരിക്കുന്നു, കട്ടിലിൽ നിന്നിറങ്ങാതെ മരിച്ചു പോകുമെന്ന് ദൈവത്തിൻ്റെ പ്രവാചകൻ വന്ന് എന്നോട് പറഞ്ഞിരിക്കുന്നു. ഗ്രഹകാര്യം ക്രമത്തിലാക്കിക്കൊള്ളാൻ പറഞ്ഞിരിക്കുന്നു. നീ എന്നെ കൈവിട്ടില്ല. കൊട്ടാരത്തിൻ്റെ നടുമുറ്റത്തേക്ക് ഇറങ്ങിയ പ്രവാചകനോട് ദൈവം പറഞ്ഞു, നീ അവിടെ നിൽക്ക്. എൻ്റെ ദാസനായ ഹിസ്കിയാവിനോട് മടങ്ങിച്ചെന്ന് നീ പറയണം, നിന്റെ ആയുസിനോട് ഞാൻ 15 വർഷം കൂട്ടിയിരിക്കുന്നു. മറ്റൊരനുഗ്രഹം ആ രാജാവ് ഭരിച്ച ദേശത്തെ ജനങ്ങൾക്കും കൊടുത്തു. അശൂർ രാജാവിൻ്റെ കയ്യിൽ നിന്നുള്ള മോചനം എന്ന വിടുതൽ എന്ന ഒരു അനുഗ്രഹം. അപ്പോൾ ദൈവഭക്തനായ രാജാവ്, ദൈവത്തിൻ്റെ കാര്യങ്ങൾ നടത്തുന്ന രാജാവ് ദൈവം മുൻപാകെ ഏകാഗ്ര ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ ദൈവം മുൻപാകെ നടന്ന് ദൈവത്തിന് പ്രസാദകരമായത് ചെയ്താൽ രാജാവിനെ ദൈവം അനുഗ്രഹിച്ചത് മാത്രമല്ല, ആ രാജ്യത്തെ പ്രജകൾക്കും ഒരു അനുഗ്രഹം കിട്ടി. അശൂർ രാജാവിൻ്റെ അടിമത്തത്തിൽ നിന്നുള്ള വിടുതൽ, മോചനം. ദൈവം നാം ഉദ്ദേശിക്കുന്നത് പോലെയുള്ള ആളല്ല. ദൈവം നമ്മുടെ ഹൃദയങ്ങളെയാണ് നോക്കുന്നത്, മനുഷ്യനോ മുഖത്തെ നോക്കുന്നു. യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നു, മുഖത്തെ നോക്കി ഒന്നും ചെയ്യരുത്.
മുഖത്തെ നോക്കിക്കൊണ്ട് നിങ്ങളുടെ സഭയിൽ വരുന്ന ഒരു ദരിദ്രനോട് നീ അവിടെ പോയി ഇരിക്കുക എന്നും സമ്പന്നനോട് നീ എൻ്റെ പാദപീഠത്തിൽ എൻ്റെ അടുത്ത ഏറ്റവും വലിയ മുന്തിയ സീറ്റിൽ ഇരിക്കുക എന്നും പറയുമ്പോൾ നീ പാപം ചെയ്തു പോയി. മുഖപക്ഷം കാണിച്ചാലോ നീ പാപം ചെയ്തു. ദൈവം മുഖപക്ഷം കാണിക്കുന്നവനല്ല. ദൈവത്തിന് മുഖപക്ഷമില്ല. ദൈവത്തിൻ്റെ മുൻപാകെ വലിയവനും ചെറിയവനുമില്ല. എല്ലാവരെയും സൃഷ്ടിച്ച് ഈ നിലയിൽ ആക്കി വെച്ചിരിക്കുന്ന ദൈവത്തെ നിങ്ങളായി പരിഹസിക്കുക. അത് ദൈവത്തിന് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. ദൈവം അത് പൊറുക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. നീ ദൈവ മുൻപിലായിരിക്കുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ ആയിരിക്കണം, പൂർണ്ണ മനസ്സോടെ ആയിരിക്കണം. ആ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ ദൈവത്തിന് മുമ്പാകെ ആയിരിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന നേരോടെയുള്ള പ്രാർത്ഥന ദൈവത്തോട് തെറ്റ് സംഭവിക്കും. പ്രാർത്ഥനയിൽ എന്തെങ്കിലുമൊക്കെ അബദ്ധം പറഞ്ഞു പോയാൽ ദൈവം ചിരിക്കുകയും കളിയാക്കുകയൊന്നും ചെയ്യില്ല. ദൈവം അതങ്ങ് മറക്കും. പക്ഷേ നിനക്ക് ആവശ്യമായ കാര്യം എന്തോ അത് നിശ്ചയമായി ദൈവം തരും. അത് നിശ്ചയമായി ലഭിക്കും. 1 ദിനവൃത്താന്ത പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ അവിടെ ഒരു വ്യക്തിത്വത്തെ കാണാം. അയാളുടെ പേര് യബ്ബേസ് എന്നാണ്. യബ്ബേസ് ഇസ്രായേലിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്താണ് ആ പ്രാർത്ഥന? 1 ദിനവൃത്താന്തം 4-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം. ഇസ്രായേലിന്റെ ദൈവത്തോട് നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എന്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിന് ദൈവം അവന് നൽകി. എന്താണ് അവൻ അപേക്ഷിച്ചത്? നീ ഇസ്രായേലിൻ്റെ ദൈവമായ ഇസ്രായേലിൻ്റെ ദൈവത്തോട് ആണ് അവൻ പ്രാർത്ഥിച്ചത്. നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എൻ്റെ അതിർ വിസ്താരമാക്കണം. മൂന്നാമത്തെ കാര്യം, നിന്റെ കൈ എന്നോട് കൂടെ ഇരിക്കണം. നാലാമത്തെ കാര്യം, അനർത്ഥം എനിക്ക് വ്യസനകാരണമായി തീരരുത്. 4 കാര്യങ്ങൾ പറഞ്ഞു. അതിൽ 4-ാമത്തെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു പ്രത്യേകതയുണ്ട്. എനിക്ക് അനർത്ഥം ഭവിക്കരുതേ എന്ന് പറഞ്ഞിട്ടില്ല. അനർത്ഥം ഭവിച്ചാലും ആ അനർത്ഥം എനിക്ക് വ്യസനകാരണമായി തീരും. ഞാൻ കരയാൻ ഇടയാകരുത് എനിക്ക് സംഭവിക്കുന്ന അനർത്ഥം മൂലം. അതുകൊണ്ട് എനിക്ക് അനർത്ഥം സംഭവിക്കരുത് എന്നല്ല, അനർത്ഥം സംഭവിച്ചാലും നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് എന്നെ താങ്ങണം, എൻ്റെ അതിർ വിസ്താരമാക്കണം. ചെറിയ സഭ, ചെറിയ കൂട്ടായ്മ, ചെറിയ കൂട്ടം. ഈ കൂട്ടായ്മയിൽ ഇരുന്ന് ഞെരങ്ങുന്നവരോടൊന്ന് പറയട്ടെ, നിങ്ങൾ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ചെറിയ കൂട്ടത്തെ വലുതാക്കി തരാൻ ദൈവത്തെ കൊണ്ട് കഴിയുന്നില്ല എങ്കിൽ പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരിലും കുറവുകളുണ്ട്. കുറവുകൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചിട്ട് ദൈവത്തോട് പറയുക, ദൈവം കൂട്ടിത്തരും. തെക്ക് നിന്നും വടക്ക് നിന്നും കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും തേനീച്ചകളെ അയച്ചു കുത്തിയിളക്കും പോലെ കുത്തിയിളക്കി ആത്മാക്കളെ കൊണ്ടുവരുവാൻ കഴിവുള്ള ഒരു ദൈവത്തിൻ്റെ മുൻപിലാണ് നിങ്ങളും ഞാനുമായിരിക്കും. എന്തുകൊണ്ട് ലഭിക്കുന്നില്ല? കുറവ് നമ്മുടേതാണെന്ന് നാം ആദ്യം സമ്മതിക്കുക, എന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക. എങ്ങനെ? പൂർണ്ണാത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെങ്കിലേക്ക് തിരിഞ്ഞ് യഹോവയായ ദൈവത്തോട് ചോദിക്കുക. നിശ്ചയമായിട്ട് എബ്ബേസ് ചോദിച്ചു 4 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം. എന്നെ അനുഗ്രഹിക്കാമോ എന്നല്ല ചോദ്യമല്ല, നിശ്ചയമായി എന്നെ അനുഗ്രഹിക്കണം. ഒരു ഭക്തന് ദൈവത്തോട് അടുത്തു ചെന്ന് കൃത്യമായി പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്നെ അനുഗ്രഹിക്കണം. കാരണം അനുഗ്രഹിക്കുന്നവനായ ദൈവമാണ് നമ്മുടെ ദൈവം. തെറ്റുകൾക്ക് ശിക്ഷിക്കുമെങ്കിലും ശപിക്കുന്നവനല്ല ദൈവം. ശാപത്തെ ദൈവം വെറുക്കുന്നു. അനുഗ്രഹിക്കുന്ന വായ് കൊണ്ട് എങ്ങനെ ശപിക്കാൻ കഴിയുമെന്ന ചോദ്യം വചനത്തിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നിശ്ചയമായി
വചനപ്രകാരം നടക്കുമ്പോൾ, നിങ്ങൾ ദൈവമുൻപാകെ ആയിരിക്കുമ്പോൾ ദൈവത്തോട് എന്നെ അനുഗ്രഹിക്കണമെന്ന് പറയണം. അതുകൂടാതെ എൻ്റെ അതിർ വിസ്താരമാക്കി തരാം. അതിരിനെ വിസ്താരമാക്കി തരുവാനാണ് ദൈവത്തോട് ആവശ്യപ്പെടുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യത്തിൽ ചെറിയ കൂട്ടത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ചെറിയ കൂട്ടമേ ഭയപ്പെടേണ്ട, കർത്താവ് നിന്നോടുകൂടെ ഉണ്ട് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് തന്നെയാണ് ആവർത്തന പുസ്തകം 7-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങളിലും പറയുന്നത്. ചെറിയ കൂട്ടമേ ഭയപ്പെടേണ്ട. നിങ്ങൾ ചെറിയ കൂട്ടമാണെങ്കിൽ നിങ്ങളെ നയിക്കുന്ന നിങ്ങളുടെ ഇടയൻ വലിയവനായ ദൈവമാണ്, യഹോവയായ ദൈവമാണ്. ആ യഹോവയുടെ മുൻപാകെ മറ്റൊന്നിനും ഒന്നും ചെയ്യാൻ സാധ്യമല്ല. നിങ്ങളുടെ ഹൃദയം എവിടെയായിരിക്കുന്നു? പൂർണ്ണതയുള്ളതാണ്. നിങ്ങളുടെ മനസ്സ് സ്വസ്ഥമായിരിക്കുന്നുവോ? ദൈവം മുൻപാകെ ആണോ നിങ്ങളുടെ ഹൃദയം? ഒന്ന് മനസ്സിലാക്കുക, പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. പാപികളായിരിക്കാനല്ല ദൈവമക്കളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്, പിന്നെയോ വിശുദ്ധരായിരിക്കാനാണ്. വിശുദ്ധൻ, അതിനാണ് ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ കാൽവറിയിലെ കൊലക്കളത്തിലേക്ക് അയച്ചത്. ആ പുത്രന്റെ അവസാനത്തെ തുള്ളി രക്തം വരെയും ഊറ്റി കാൽവറി കൊലക്കളത്തിൽ ചിന്തിയത് എനിക്കും നിങ്ങൾക്കും വേണ്ടിയിട്ടാണ്. പാപികളായിരിക്കാനല്ല, വിശുദ്ധരായിരിക്കാൻ. ആ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ഞാനും നിങ്ങളും നിങ്ങളുടെ ഹൃദയത്തെ ഏകാഗ്രമാക്കാതെ, നിങ്ങളുടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ അർപ്പിക്കാതെ, സൗകര്യപൂർവ്വം പ്രാർത്ഥിക്കാനും സൗകര്യപൂർവ്വം നടക്കാനും ഇഷ്ടം പോലെ പോകാനും അല്ല ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവം മുൻപേ താഴ്മയായിരിക്കാനും ദൈവത്തെ അനുസരിച്ച് നടപ്പാനുമല്ലാതെ കർത്താവ് നിങ്ങളോട് വേറെ എന്താ ആവശ്യപ്പെടുന്നത്? നിങ്ങളുടെ യാഗങ്ങളുടെ വലിപ്പത്തിലല്ല ദൈവത്തിൻ്റെ പ്രസാദം. യാഗങ്ങളെ വെറുത്ത ദൈവമാണ് നമ്മുടെ ദൈവം. അതിനെക്കുറിച്ച് വചനത്തിൽ പല പ്രാവശ്യം പറയുന്നുണ്ട്. ദൈവം യഹൂദന്റെ യാഗങ്ങളെ വെറുത്തു. കാരണം മലാഖി പുസ്തകം നോക്കുമ്പോൾ അവിടെ കാണുന്നു, ഊനമില്ലാത്ത അതിനെ ദൈവത്തിന് യാഗമർപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഊനം ഉള്ളതിനെ തന്നെ കൊണ്ടുവന്ന് അർപ്പിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിന് പ്രസാദമല്ലാത്തത് ചെയ്തിട്ട് ദൈവത്തോട് അനുഗ്രഹിക്കാൻ പറയുകയല്ല. നിന്റെ ഹൃദയം ദൈവം മുൻപാകെ പൂർണ്ണമാണ് എങ്കിൽ, നീ ദൈവം മുൻപാകെ ആകുന്നു എങ്കിൽ, ദൈവത്തിൻ്റെ കൽപ്പനപ്രകാരം ജീവിക്കുന്നുവെങ്കിൽ എന്നെ അനുഗ്രഹിക്കണമെന്ന് പറയാം. നിന്റെ കൂട്ടം ചെറുതായാലും നീ എവിടെയായാലും നീ ആരായിരുന്നാലും അനുഗ്രഹിപ്പാൻ ദൈവത്തിന് കഴിയും എന്ന കാര്യം മനസ്സിലാക്കരുത്. നിന്റെ കൈ എന്നോട് കൂടെ ഇരിക്കുകയാണ്. കൈ കൂടെ ഇരുന്നാൽ മറ്റൊന്ന് അനർത്ഥം വ്യസന കാരണമാകരുത്. അനർത്ഥം സംഭവിക്കരുന്നില്ല, അനർത്ഥം വ്യസന കാരണമാകരുത്. ഇസ്രായേലിന്റെ ദൈവത്തോട് യബ്ബേസ് പ്രാർത്ഥിച്ചു, ദൈവം കേട്ടു. അവൻ ചോദിച്ചതിന് ദൈവം അവന് കൊടുത്തു. ഹന്ന പ്രാർത്ഥിച്ചു, ഹന്ന ചോദിച്ചതിന് ദൈവം അവൾക്ക് കൊടുത്തു. അവളുടെ ഹൃദയം പൂർണ്ണ ഹൃദയമായി. അവൾ ദൈവസന്നിധിയിൽ അവളുടെ ഹൃദയം പകരുകയാണ് ചെയ്തത്. ഹിസ്കിയാവ് പ്രാർത്ഥിച്ചു, അയാൾ ചോദിച്ചതിന് ദൈവം അയാൾക്ക് കൊടുത്തു. ആയുസിന്റെ മധ്യത്തിൽ നിന്ന് എന്നെ വലിച്ചു കീറിക്കളഞ്ഞ് ജനത്തിന്റെ മധ്യത്തിൽ എന്നെ അവഹേളിക്കരുതേ എന്ന് ദൈവത്തോട് ഹൃദയത്തിൽ പറഞ്ഞത് അത് ദൈവം കേട്ടു. അവന്റെ ഹൃദയം ദൈവസന്നിധിയിൽ അവൻ പകർന്നു. പകരാൻ കാരണം അവൻ ഏകാഗ്രതയോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ ദൈവം മുമ്പിൽ നടന്ന് ദൈവത്തിന് പ്രസാദകരമായത് ചെയ്തു. അവനെ ഉപേക്ഷിച്ച് കടന്നു പോകാൻ ദൈവത്തെ കൊണ്ട് സാധ്യമല്ല. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചു. യബ്ബേസ് പ്രാർത്ഥിച്ചു, അത് കൊടുത്തു. ഇനിയും ഒത്തിരി പേര് പ്രാർത്ഥിച്ചത് കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മളാരും കർത്താവ് പ്രാർത്ഥിച്ച ആ വിധത്തിൽ കൂടി നമ്മുടെ പ്രാർത്ഥന പോകുന്നില്ല. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ അതെങ്ങനെയാണ് കർത്താവ് പ്രാർത്ഥിക്കാൻ പറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ട്. കർത്താവ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, നിന്റെ കടക്കാരോട് എൻ്റെ കടക്കാരോട് ഞാൻ ക്ഷമിച്ചതുപോലെ എൻ്റെ കടങ്ങളും പാപങ്ങളും എന്നോടും ക്ഷമിക്കണം. എനിക്ക് 1000 രൂപ തരാനുള്ളവനെ വഴിയിൽ കണ്ടപ്പോൾ കൊങ്ങയ്ക്ക് പിടിച്ചു, വെക്കടാ എൻ്റെ പൈസ എന്ന്. ഞാൻ എൻ്റെ കടക്കാരോട് അതാ ചെയ്തതെങ്കിൽ ദൈവം പിന്നെ എന്നോട് എന്ത് ചെയ്യണം? പക്ഷേ കർത്താവ് പഠിപ്പിച്ചതൊക്കെ നമ്മളങ്ങ് മറന്നു. എന്നിട്ട് നാം നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് നടന്നു. എന്നിട്ട് നാം പറയുന്നു പ്രാർത്ഥനയ്ക്ക് പോകുന്നു. എന്ത് പ്രാർത്ഥിച്ചു?
ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് അവൻ്റെ ഇഷ്ടം ചെയ്യുവാനല്ലാതെ ദൈവം കൂടുതലായി നമ്മോടൊന്നും ആവശ്യപ്പെടും. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 39-ാമത്തെ വാക്യം എടുക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു, കർത്താവ് ദൈവത്തോട് പ്രാർത്ഥിച്ചു, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണം. ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കി കിട്ടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ കർത്താവേ, അതല്ല വേണ്ടത്, നിന്റെ ഇഷ്ടം നടക്കട്ടെ, നിന്റെ ഇഷ്ടമേതോ അത് നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു. മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 37-38 വാക്യങ്ങളിൽ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ കർത്താവ്. നമ്മെ അലട്ടുന്ന പരീക്ഷകൾ, നമ്മെ നേരിടുന്ന പരീക്ഷകളിൽ നിന്ന് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. ആ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാനാണ് ദൈവം നമ്മോട് ആവശ്യപ്പെട്ടത്. ഇനിയും പ്രാർത്ഥനയ്ക്ക് മറ്റു ചില കാര്യങ്ങൾ. യോഹന്നാൻ്റെ സുവിശേഷം എടുക്കുമ്പോൾ അതിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ 2 സ്ത്രീകൾ രാവിലെ ഇരുട്ടുള്ളപ്പോൾ കല്ലറയ്ക്കൽ ഓടിയെത്തി, യേശുവിൻ്റെ കല്ലറയ്ക്കൽ. സാധാരണ സ്ത്രീകൾ രാവിലെ ഇരുട്ടുള്ളപ്പോഴൊന്നും പോകാറില്ല. പക്ഷേ അവർ ഒരുക്കി വെച്ചിരിക്കുന്ന സുഗന്ധവർഗ്യം അവരുടെ ആത്മനാഥനെ പൂശാൻ വേണ്ടിയിട്ടുള്ള വ്യഗ്രതയോടെ, പൂർണ്ണ ഹൃദയത്തോടെ, സമർപ്പിത മനസ്സോടെ അവർ രാവിലെ എഴുന്നേറ്റു, അതിരാവിലെ. എന്നിട്ട് അവർ കല്ലറയ്ക്കലേക്ക് ഓടിച്ചെല്ലുമ്പോൾ അവളുടെ ഉള്ളം പിറുപിറുത്തുകൊണ്ടിരുന്നു, നമുക്ക് വേണ്ടി ഈ വലിയ കല്ല് ഉരുട്ടി മാറ്റിത്തരും. 2 സ്ത്രീകൾ ഉദ്ദേശിച്ചാൽ ഉരുട്ടി മാറ്റാൻ പറ്റാത്ത വലിയ കല്ലാണ്. കല്ലറവാതിക്കൽ അടച്ചു വെച്ചിരുന്ന കല്ല് ഉരുട്ടി മാറ്റേണ്ടിയിരിക്കുന്നു. എങ്കിലേ അകത്ത് കയറി യേശുവിൻ്റെ ശരീരത്തിൽ അവർ ഒരുക്കി വെച്ച സുഗന്ധദ്രവ്യം പൂശാനൊക്കൂ. തലേ ദിവസം ശനിയാഴ്ചയായിരുന്നു, അന്ന് ശാബതായിരുന്നു, അന്ന് പുറത്തു കിടക്കാൻ പറ്റില്ല. പക്ഷേ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ മക്കളക്കാർക്ക് മറിയും മറ്റേ മറിയും കൂടെ കല്ലറയ്ക്കൽ ചെന്നു, അതിരാവിലെ വെളുപ്പാൻ കാലത്ത്. അവർ ചെന്നപ്പോൾ അവരൊരു കാഴ്ച കണ്ടു, കല്ലറയ്ക്കൽ നിന്ന് കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഉരുട്ടി മാറ്റാൻ പറ്റാത്ത, നീക്കിക്കളയാൻ പറ്റാത്ത വലിയ പാറക്കല്ലുകളുണ്ട് എങ്കിൽ പ്രഭാതത്തിൽ അവൻ്റെ അടുത്തേക്ക് ചെല്ലുക. നിന്റെ ആവശ്യം നീ അവൻ്റെ മുൻപാകെ വെള്ളം പോലെ പകരുക. നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുക. എന്നിട്ട് ദൈവത്തോട് പറയുക, കർത്താവേ, ഈ കല്ല് ഉരുട്ടി മാറ്റാൻ എനിക്ക് സാധിക്കും. ആ കല്ല് നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നമായിരുന്നാലും, നിങ്ങളുടെ രോഗത്തിൻ്റെ പ്രശ്നമായിരുന്നാലും, നിങ്ങളുടെ പ്രയാസങ്ങളുടെ പട്ടികയായിരുന്നാലും, രാവിലെ എഴുന്നേക്കാൻ നമുക്ക് മനസ്സ് വരികയില്ല. മനസ്സ് വരുന്നു എങ്കിൽ ചെന്ന് പറയുക, ഉരുട്ടി മാറ്റാൻ പറ്റാത്ത പാറക്കല്ലുകളെ ഉരുട്ടി മാറ്റാൻ ദൈവം തൻ്റെ ദൂതന്മാരോട് കൽപ്പിച്ചാക്കി കല്ലറവാതിൽക്കൽ നിർത്തിയതുപോലെ നിന്റെ ജീവിതത്തിൻ്റെ കല്ലറവാതിൽക്കലും ദൈവം നിർത്തി തരും. ഇത് ദൈവത്തിൻ്റെ വാഗ്ദാനം. ആദ്യം ദൈവത്തിൽ വിശ്വസിക്കുക. ദൈവത്തിൽ വിശ്വസിച്ചിട്ട് അവൻ്റെ വചനങ്ങളെ അനുസരിക്കുക. പാപിയായിരുന്നുകൊണ്ടല്ല പ്രാർത്ഥിക്കേണ്ടത്. പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധരായിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുക, വിശുദ്ധിയോടെ പ്രാർത്ഥിക്കുക. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ദൈവത്തോട് ഏറ്റു പറയുക. എന്നിട്ട് ദൈവത്തിന് ഹിതമാവണ്ണം പ്രാർത്ഥിക്കുക. മറ്റുള്ളവരെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടല്ല പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് കേൾപ്പിക്കാൻ പറ്റാത്ത വിധത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ചുണ്ട് അനങ്ങും, പക്ഷേ ശബ്ദം പുറത്തു വരികയില്ല. ഹൃദയം ദൈവസന്നിധിയിലേക്ക് പകരുകയാണ്. ഹിസ്കിയാവ് പ്രാർത്ഥിച്ചപ്പോൾ നാം കണ്ടു, അവൻ ദൈവത്തോട് 4 കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ഏകാഗ്ര ഹൃദയത്തോടെ, ദൈവം യഹോവയായ ദൈവം, അത് തന്നെ ദൈവം, ദൈവത്തിൻ്റെ കാര്യം എന്നുള്ള ഒരു ഹൃദയത്തിൽ നിശ്ചയദാർഢ്യത്തോടുകൂടി ഏകാഗ്രത ഉള്ളവനായിരുന്നു. മറ്റുള്ള ഒരു കാര്യത്തിലും, ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ മറ്റൊന്നിനും അവൻ ഇടം കൊടുത്തില്ല. ന്യായപ്രമാണം അതായിരുന്നു അയാളുടെ. അങ്ങനെ ഏകാഗ്ര ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ ദൈവമുൻപാകെ നടന്ന് ദൈവത്തിന് ഇഷ്ടമായത് ചെയ്തപ്പോൾ, അത് ദൈവത്തെ ഓർമ്മപ്പെടുത്തിയപ്പോൾ, ദൈവം തൻ്റെ പ്രവാചകനോട്, നീ അവിടെ നിൽക്ക്,
കൊട്ടാരത്തിൻ്റെ നടുമുറ്റത്തേക്ക് ഇറങ്ങിയ പ്രവാചകൻ അവിടെ നിന്നു, തിരിച്ചു വന്നു, യഹോവയുടെ അരുളപ്പാട് അറിയിച്ചു, നിന്റെ ആയുസിനോട് 15 സംവത്സരം കൂട്ടി. ഇത് തന്നെയാണ് എബേസിൻ്റെയും ജീവിതത്തിലുണ്ടായത്. അവൻ്റെ അമ്മ അവനെ ദുഃഖത്തോടെ പ്രസവിച്ചു എന്നുള്ളത് കൊണ്ട് ദുഃഖപുത്രൻ എന്ന് അർത്ഥം വരുന്ന എബേസ് എന്ന പേരിട്ടു. ആ ദുഃഖിതൻ, ജീവിതം മുഴുവൻ ദുഃഖിച്ചു കഴിയുന്നവൻ ദൈവത്തോട് പറഞ്ഞു, അവൻ ചോദിച്ചതിന് ദൈവം അവന് കൊടുത്തു. നാം എങ്ങനെയാണ്? നമുക്ക് പ്രാർത്ഥിക്കുമ്പോഴെങ്ങനെയാണ്? ദൈവസന്നിധിയിലേക്ക് വരാനുള്ള നമ്മുടെ ആർത്തി എന്താണ്? നമ്മുടെ ആഗ്രഹം എന്താണ്? നമ്മുടെ ആവശ്യം എന്താണ്? ഓ ദൈവം, പ്രാർത്ഥന, ഓ ഞായറാഴ്ച സഭായോഗം, എന്തൊരു കഷ്ടപ്പെടാം, വേണ്ട, അടുത്തയാഴ്ച പോവാം. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തരുമ്പോൾ ഇതുപോലെയൊക്കെ തന്നെയാണ്. പക്ഷെ ദൈവം വലിയ കെട്ടുകണക്കിന് കൊണ്ടൊന്ന് ചുമക്കാൻ പാകത്തിന് തരില്ല. നിന്റെ അന്നന്നത്തെ ആവശ്യം, അന്നന്നത്തേക്കുള്ള ആവശ്യം മുട്ടുകൂടാതെ തരാൻ ദൈവത്തിന് കഴിയും. ദൈവം തന്നെ മക്കൾക്ക് മരുഭൂമിയിൽ വെച്ച് മന്ന കൊടുത്തു. ഇഷ്ടംപോലെ ചാക്കുകണക്കിന് പറക്കി കെട്ടിക്കൊള്ളാൻ പറഞ്ഞില്ല. ഓരോരുത്തരും ഓരോ ദിവസവും ഓരോ ഇടം കഴിയും മന്ന അവർക്ക്. കൂടുതൽ പറക്കിയവന് കൂടുതൽ കണ്ടില്ല, കുറവ് പറക്കിയവന് കുറവൊന്നും വന്നില്ല. പക്ഷെ പറക്കിയിട്ട് പിറ്റത്തെ ദിവസത്തേക്ക് ശേഷിപ്പിച്ചു വെച്ചവൻ്റെ അത് ക്രമിച്ചും പോയി. ദൈവം വിശ്വസ്തനാണ്, ദൈവം സ്നേഹവാനാണ്. തന്നിൽ ആശ്രയിക്കുന്ന തൻ്റെ ജനത്തിനു വേണ്ടി രാവും പകലും വളരെ കൃത്യതയോടെ, സൂക്ഷ്മതയോടെ, ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ദൈവത്തിൻ്റെ മുൻപിലാവുന്നു ഞാനും നിങ്ങളുമായിരിക്കുന്നത്. അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുക. നമ്മെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. ദൈവത്തിന് സ്തോത്രം.